ഞങ്ങൾക്ക് എന്തായാലും ഞങ്ങൾ വീട് പൊളിയാൻ നേരത്താണ് ഈ ഒരു ബോധം വന്നത്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ പുതിയ ഒരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലത്തെ കുറച്ച് കാര്യങ്ങളാണ്. നമ്മളെ വീട്ടിൽ കുറേ ദിവസമായി ഭയങ്കരമായൊരു ശല്യമുണ്ട്. ശല്യം മീൻസ് നമ്മളെ വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാർപ്പും ഓടും കൂടി മിക്സ് ആയ ഒരു വീടാണ്. അറിയാം, നമ്മളെ വീടിന്റെ മുന്നിൽ സിറ്റ് ഔട്ടും ഞങ്ങളുടെ റൂം മാത്രമാണ് അതൊന്ന് കെട്ടിച്ച് കൊണ്ടുവരാൻ വേണ്ടിട്ട് ഇതൊക്കെ സെറ്റ് ആക്കിയതാണ്. ഓടാണ്. അപ്പോൾ ചെതൽ കുറച്ച് ബാക്ക് ഭാഗം കുറച്ച് പഴയ പെരതുകൊണ്ട് ഭയങ്കരമായ ചെതലാണ്. മറ്റേ പട്ടിക നല്ല പറയല്, പട്ടികൊക്കെ ഏകദേശം ഇങ്ങനെ ചെതൽ പിടിച്ചാണ് പൊട്ടുന്നത്. അതേമാതിരി വാതിലിന്റെ നമ്മളുണ്ടല്ലോ അതിനകത്ത് പറയല് വാതിലിന്റെ കട്ടിൽപ്പടി അതിനും ചെതല് നന്നായിട്ട് വരുന്നുണ്ട്. കുറച്ച് ദിവസം ഇതിന്റെ പ്രോബ്ലം ആയിട്ട് നമ്മളെ വീട്ടിൽ കുറച്ച് അടങ്ങേറായി തുടങ്ങി. മറ്റേ സാധാരണ ഞങ്ങൾ ചോക്ക വരക്കലാണ്. ചോക്ക വരക്കല, അത് വരച്ചാൽ വരില്ല. കണ്ടുപിടിച്ചൊരു ഐഡിയ ആണ്. അപ്പോ അതിട്ട് വരക്കലിന് ഒന്നും പണി. ഇപ്പൊ മഴയും കൂടി ആയപ്പോ ഇതിങ്ങനെ നനയുമ്പോ ഇങ്ങനെ പട്ടിക വെള്ളം വരട് കൂറച്ചോക്ക വരച്ച് കണ്ട്. അപ്പൊ ഞങ്ങള് ഇന്നൊരു ടീമിനെ കോൺടാക്ട് ചെയ്ത് കണ്ട് നമ്മുടെ പെരയ്ക്ക് ചെതലിന്റെ സംഭവത്തിനായിട്ട് വരുന്നുണ്ട്. എന്തൊക്കെ അതിന്റെ റിസൾട്ടും കാര്യങ്ങളും നമ്മൾ പറഞ്ഞു നമ്മൾ കണ്ടോ എന്താ സംഭവം. കാരണം റീല് കണ്ടിട്ട് നമ്മള് വിളിച്ചതാണ്. ഇങ്ങനെ ചെതല് കാരണം നമുക്ക് ഇപ്പത്തെ നമ്മളൊരു ഫ്രണ്ടിന്റെ വീട്ടിൽ ഇതേമാതിരി ചെയ്തിട്ടുണ്ട്. അപ്പൊ ഓൻ ഇതേമാതിരി പറഞ്ഞ സംഗതി തെറ്റാണ്. പക്ഷെ ഓൻ ചെയ്തിട്ടുണ്ട്. നമ്മള് ഇത് കൂടുതൽ ചെയ്യണ പുതിയ വീടിനല്ലേ, പുതിയ നമ്മള് സാധാരണ ആൾക്കാരെ ചെയ്യല് പുതിയ വീട് തുടങ്ങുമ്പോൾ തന്നെ, അതായത് നമ്മൾ തേപ്പൊക്കെ തുടങ്ങിയ മുന്നേ ഇത് സെറ്റാക്കി വെക്കും. അപ്പൊ അങ്ങനെ ഇതൊരു സംഭവമാണ്. പക്ഷെ നമുക്ക് ഇപ്പൊ ഇനി പുതിയ പേരുണ്ടാക്കാനുള്ള അവസരം സാമ്പത്തിക ബില്ലൊക്കെ ഇപ്പത്തെ സാഹചര്യത്തിൽ അതിന് പറ്റിയൊരു സാഹചര്യം അല്ല. പുതിയ വീട്ടിൽ വരുമ്പോൾ സെറ്റാക്കും. കണ്ടോക്കി മാവല് വേറെ വേഗം പണിയെടുക്കുക. അടുത്തിട്ട് ഞാൻ ഭർത്തനം പറഞ്ഞ ചീത്തറപ്പള പണിയെടുക്കുക. ഞാൻ കാട്ടിത്തരട്ടോ പേരന്റെ അവസ്ഥ. നോക്കിയിട്ട് ഫുള്ള് ഓടാണ്. ഫുള്ള് ഞാൻ പറഞ്ഞല്ലോ, ഫുള്ള് വരച്ച് വെച്ചേക്കാണ്. നമ്മുടെ കറിയൊക്കെ കേട്ടോ ഇവിടെ കച്ചതില്ല. ഇതൊക്കെ എന്നും തട്ടുട്ട്, പക്ഷെ തട്ടിയാൽ പിന്നെയും വരികയാണ് വീടിൻ്റെ അവസ്ഥ. അപ്പോൾ ഫുള്ളായിട്ട് ഞാൻ കാട്ടി തരുന്നില്ല കേട്ടോ, കാരണം കുറേ ഭാഗത്ത് പ്രശ്നങ്ങളുണ്ട്. അപ്പം നമ്മൾ അത് ജസ്റ്റ് തട്ടും, ഡെയിലി അല്ലെങ്കിലും 2 ദിവസം 3 ദിവസം കൊണ്ടൊക്കെ തട്ടും, പക്ഷെ അതേമാതിരി വരികയാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മളൊരു ടീമിനെ നമ്മൾ കോൺടാക്ട് ചെയ്തത്. അപ്പോൾ ഓല് കുറച്ച് നേരം എത്തും ഇൻഷാല്ലാ. ഓല് അങ്ങാടിയിൽ ബസ് ഇറങ്ങാറാണ്. കോഴിക്കോട്ട് നിന്നാണ് പോലും വരുന്നത്, കുറച്ച് ലോങ് എന്നാലും വരുന്നത്. അപ്പോൾ ഓല് ബസ് ഇവിടെ പൂക്കോട്ട് ഇറങ്ങും. 9:45 എത്താറ്. ഞാൻ വീട്ടിൽ വിളിച്ചിനിപ്പോൾ ഓല് പോയി എടുക്കട്ടെ. ഏതായാലും ആച്ചോടെ കിടക്കുന്ന നിലത്തിറക്കുണ്ടല്ലോ സാധ്യല്ല. അപ്പം മാണ്ട എനിക്ക് പിന്നെ ഞാൻ മാത്രം നല്ല ആളാജി നിങ്ങൾ നിലത്തിട്ടൊക്കെ കഴിഞ്ഞില്ല കള്ള നമുക്ക് പറഞ്ഞോ. അതെ, എനിക്ക് എന്റെ മാപ്പിള ഫസ്റ്റ് ആയിട്ട് വാങ്ങി തന്നൊരു അതിന് നിലത്തിട്ട് കടന്നിട്ട് ഞാൻ പറഞ്ഞപ്പെടുത്തി ഇങ്ങോട്ടൊക്കെ എന്റെ ഇത് മനസ്സിലാക്കണമെങ്കിൽ അവിടെ പോക്കിയാൽ മതി. ആ ഒരു ഗിഫ്റ്റ് എന്ന് തന്നാന്ന് ഗിഫ്റ്റ് ഇതോ ഗിഫ്റ്റ് ഒക്കെ പണ്ടത്തെ ഗിഫ്റ്റ് പണ്ടത്തെ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എത്ര കൊല്ല പഴക്കണ്ടെന്ന് അറിയാം. എനിക്കില്ലേ ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് ഇടക്കി പറയട്ടെ, ഞങ്ങളെ കല്യാണം കഴിയുമ്പോഴല്ല എന്റെ മുട്ടാടിക്കലിൽ കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ബർത്ത്ഡേക്ക് തന്ന ഗിഫ്റ്റാണത്. അതിപ്പോഴും അങ്ങനെ ഇരിക്കണുണ്ടെങ്കിൽ ശരി. ഞാൻ ഏതായാലും പോലെ എടുത്തു വരട്ടാ. അവർക്ക് അങ്ങനെ ഒരു വീട്ടിലെത്തിയിരുന്നു കേട്ടോ. അത് സാധനമൊക്കെ ഇങ്ങനെ ഇറക്കി വെക്കാണ്. ഓടുമ്പത്തെ ചതലൊക്കെ കളയാൻ പറ്റുമോ? ഓടില് നല്ല ചതലുണ്ട്. ബാക്ക് ഭാഗം ഓടാണ്. എന്ത് പറയുന്നു ഇല്ലോ? എന്തായാലും ഒരു എത്തിക്കണ്. നമുക്ക് അവര് എന്തായാലും ഓരോരോ പണി നടത്തട്ടെ എന്നാ നോക്കട്ടെ. ഞാനും ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കൂടുതലായിട്ട് ചെതലെന്ന് വെച്ചാൽ നമുക്ക് മെയിൻ ബാക്ക് ഭാഗമാണ്. ഓടുമ്പോഴാണ് ഇപ്പൊ ചെതലുള്ളത്. പിന്നെ നമ്മള് ഫ്രണ്ടിലും കൂടി ജനലുമൊക്കൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അവിടെയും കൂടി ഒന്ന് ചെയ്യണമെന്നേ ഉള്ളൂ. എന്തായാലും നമുക്ക് എവിടെയാണ് ടീം ഇവിടെ എല്ലായിടത്തും സർവീസ് ഉണ്ട്. ഓൾ കേരള. നമ്മൾ റീല് കണ്ടിട്ടാണ് ഇവരെ വിളിക്കുന്നത്. കാരണം എന്താ പറയുക, കുറച്ച് മുന്നേ ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ അന്ന് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ നമുക്ക് അറിയില്ലായിരുന്നു. ഇപ്പോഴാണ് നമ്മൾ ഇതിനെ പറ്റിയൊക്കെ അറിയണത്. അപ്പം അങ്ങനെയാണ് ഇവരെ വിളിക്കുന്നത്. പോയി വന്നില്ലേ? നിങ്ങൾക്ക് ഇപ്പം എങ്ങനെയുണ്ട്? ഓക്കെ ആണോ?
കുഴപ്പമൊന്നുമില്ലല്ലോ? എങ്ങനെ ഉണ്ടായിരുന്നു ഉംറയൊക്കെ? ഉഷാറായി ചെയ്തു പോന്നല്ലേ? അപ്പൊ എന്തായാലും ഈ വീട് എത്ര കൊറേ ആയമോ കേറ്റിട്ട്? കൊറേ ആയില്ലേ? ചതില് ഉമ്മാക്ക് എന്നും രാവിലെ നീച്ചാ പഠിച്ചോനെ അവിടെ ചതില്, പഠിച്ചോനെ ഇവിടെ ചതില് എന്ന് പറയാൻ തന്നെ നേരം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ടീമിനെ ഏൽപ്പിക്കാൻ്റെ കാരണമല്ലമ്മ. 37 സമ്മതിച്ചങ്ങാണ്ട് മുഖം വീഡിയോയിൽ ഞാൻ അങ്ങനെ കുറെ കൊണ്ടുവന്നിട്ടില്ല. ഒരു പ്രാവശ്യമായിട്ടോ ഞാനും തമ്മിലുള്ള വീഡിയോ ഇട്ടിട്ടുള്ളൂ. ഞാൻ പിന്നെ അവിടെ ഇവിടെ ഇമ്മാനെ കട്ടെടുത്ത് കാണിക്കണമല്ലാതെ അങ്ങനെ എന്താണ് കൂടുതൽ വീഡിയോയിൽ കാണലുണ്ടാവില്ല. ഇത് അവിടെ ഇരിക്കുന്നുണ്ട് ആള്. അപ്പം എന്തായാലും വീട് കുറേ ആയി കയറ്റിയിട്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്ക് ഭാഗത്തേക്കാണ് പ്രശ്നം, ഫ്രണ്ടിക്കില്ല. ഫ്രണ്ട് ഇപ്പോൾ നമ്മളെ കല്യാണത്തിൻ്റെ അടുത്തല്ലേ ആക്കിയത്? മുൻഭാഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിറ്റ് ഔട്ടും ഞങ്ങളെ റൂമും മാത്രം. ഞാൻ നമ്മളൊരു ഹോം ടൂറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്. ബാക്ക് ഭാഗത്തേക്ക് നമ്മളെ ഡൈനിങ് ഹാളും അതിൻ്റെ റൂം കിച്ചണൊക്കെ നമുക്ക് ഓടാം. അപ്പം ഇതിപ്പോൾ ഫുള്ള് ചതൽ പിടിച്ച് നിൽക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് ശരിയാക്കണം. എന്നും ചോദിക്കരുത്. വീട് പണിയുന്ന ടൈമിൽ നമ്മളതിൻ്റെ കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നിങ്ങളോട് ഷെയർ ചെയ്യണേ കാര്യം ഉണ്ടോ. ഇതാണ് ഇപ്പോഴത്തെ ഓടിൻ്റെ അവസ്ഥ. അവിടെയൊക്കെ ഉണ്ട്, എനിക്ക് എത്തൂല, ബാബു കാട്ടി തന്നിട്ടുണ്ടാവും. അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് ഒരു തട്ടിങ്ങാണ്ട് സ്പ്രേ അടിക്കും കാരണം അങ്ങനെ കുറച്ച് ടൈം ഉണ്ട്. ഓടിക്കൊന്ന് പോയി നോക്കാം. ഡ്രില്ലിങ് തുടങ്ങിട്ടോ, ലോകത്തും ഇങ്ങനെ തോളാക്കാണ്. അതാണ് പരിപാടി, സ്റ്റാർട്ടിങ് പരിപാടി. കേൾക്കുന്നുണ്ട് എനിക്കറിയില്ല, ഭയങ്കര ചിലമ്പലാണ് സൗണ്ട്. എൻ്റെ അവസ്ഥ കേട്ടോ, നല്ല നല്ല ചെതലൊന്നും വേണ്ടി വാതിലിൻ്റെ ഇതൊക്കെ തിന്നിട്ടുണ്ട് രണ്ടിനങ്ങൾ. പക്ഷെ അങ്ങനെ ഇതൊക്കെ പൊളിച്ച് മാറ്റാനായിക്കണു. അപ്പം ഇതിനൊക്കെ ഒരു ശാശ്വത പരിഹാരത്തിന് അവർ വിളിച്ചിട്ടുണ്ട്. ഈ ഒരു ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീടിൻ്റെ ആവശ്യമായിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ ഇതുപോലെ ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കും. ആ ഹോൾക്കാണ് ഇവർ ഈ കെമിക്കൽ ഫില്ല് ചെയ്യുന്നത്. ഇത് ഞാൻ 5 പ്രാവശ്യമൊക്കെ ആയിട്ടാണ് ഇവരിത് ഫില്ല് ചെയ്യുന്നത് കേട്ടോ. അവർ ഈ അടിക്കണ മരുന്നിന് അങ്ങനെ സ്മെല്ലും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ അത് അടിക്കൽ കഴിഞ്ഞാൽ അവർ ചോക്ക് വെച്ചിങ്ങാണ്ട് അത് ഫില്ല് ചെയ്തുങ്ങാണ്ട് പിന്നെ പുട്ടിയിട്ടാണ് ചെയ്യുക. പിന്നെ നമ്മൾ വാതിന്മേലൊക്കെ നമ്മളെ വുഡിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് ഇവിടെ ഇപ്പോൾ ഏറെക്കുറെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ലാസ്റ്റ് ആയിങ്ങാണ്ട് നമ്മൾ ഇപ്പോൾ എന്താണ് നമ്മളെ വുഡിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. അപ്പോൾ അത് അടിച്ചുകൊണ്ട് നിൽക്കുകയാണ് കിച്ചണിൽ മെയിനായിട്ട് അതാണല്ലോ ബാബു, ഓടായതുകൊണ്ട് തന്നെ നിൽക്കാം. അപ്പോൾ എന്താണ് ഏറെക്കുറെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഈ ഇപ്പോൾ എന്താ പറയുക, ഈ 2 ഡോർമലും അങ്ങനെ സ്പ്രേ ചെയ്തിട്ടുണ്ട് കേട്ടോ. ജനാൽമലൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരത് കഴിഞ്ഞ് ഒരു പോവാനായിട്ട് നിൽക്കുകയാണ്. ലാസ്റ്റായിട്ട് കിച്ചണിലാണ്. ഇനിയിപ്പോൾ കിച്ചണിലുള്ള എല്ലാ സാധനവും എടുത്ത് ഡൈനിങ് ഹാൾക്ക് ഇട്ടിട്ടാ. കാരണം എന്താ വെച്ചാൽ ഇത് എന്താണ് ആ ഒരു മരുന്ന് ഇത് നമുക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നാകെ ഫുള്ള് ക്ലീൻ ആക്കാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്താ വെച്ചാൽ കിച്ചണിലത്തെ എല്ലാ സാധനം എടുത്തുകൊണ്ട് ഫുഡൊക്കെ ഉണ്ടാക്കിയിരുന്നു. അതൊക്കെ ഇപ്പോൾ ഡൈനിങ് ഹാൾക്ക് തട്ടിയിരിക്കുന്നു. ഇപ്പോൾ കിച്ചൺ ഒന്നാകെ അതടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? അവരൊരുപാട് ദൂരത്ത് നിന്ന് വരുന്നതുകൊണ്ട് നമ്മൾ ഫുഡൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരവിടെ ഫുഡ് കഴിക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ നമുക്കൊരു ഷൂട്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം വീടൊക്കെ ക്ലീൻ ആക്കിയിട്ട് വേണം ഇനി അങ്ങോട്ട് പോകാൻ. ഇവിടെ ആവശ്യത്തിനേറെ പണിപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇതുണ്ടോ, ഇവിടെയൊക്കെ ഇനിയിപ്പോൾ ഒന്ന് ക്ലീൻ ആക്കണം. ഒന്നാകെ പൊടിയും ചളിയും മണ്ണൊക്കെ ആയി. ഇനിയിപ്പോൾ ഇത് ഇവിടെയൊക്കെ ഒന്നാകെയിട്ട് അടിച്ചൊരു തുടക്കണം. ഇമ്മാനെ കാണില്ല, മൂടിയണം. ഇപ്പം തന്നെ ഏകദേശം ഒരു 12 മണി ആ ഒരു ടൈം ആയിട്ടുണ്ട്. പിന്നെ ഫുഡൊക്കെ നമ്മൾ നേരത്തെ കാലത്ത് ഉണ്ടാക്കി വെച്ചോണ്ട് തന്നെ എന്താ പറയുക, ഇനി കൈ കഴുകിങ്ങാണ്ട് ഫുഡ് കഴിച്ചങ്ങാണ്ട് പണി തുടങ്ങി, അല്ലെങ്കിൽ വീട് ക്ലീൻ ആക്കിങ്ങാണ്ട് ഫുഡ് കഴിക്കാറ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വീടൊന്നും ഞാൻ പറഞ്ഞത് ഫുള്ള് മണ്ണും ചൊളിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ഒന്ന് കുളിച്ചൊക്കെ വേണം ഒന്ന് ഫുഡ് കഴിക്കാനായിട്ട്. മരുന്ന് മേത്തായിട്ടുണ്ട് കുറച്ചൊക്കെ കാലിൻ്റെ അടിയിൽ. അപ്പോൾ എന്തായാലും ഗൈസ് നല്ലൊരു സംഭവമാണ്. കാരണം ഞങ്ങൾ ചെയ്യാൻ വൈകിപ്പോയതാണ്. നമ്മളിത് എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റണവർ ചെയ്തോളി. വീട് പണിയൊക്കെ നടക്കണവർക്ക് നല്ലതാണ്. കാരണം ഭാവിയിൽ നമുക്ക് ഭയങ്കര ഈ ചെതലോണ്ടുള്ള പ്രശ്നങ്ങൾ അറിയാലോ. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ ഏറ്റവും ബെറ്ററാണിത്. എന്താ പഴയ വീടുകൾക്കാണെങ്കിൽ 7 കൊല്ലത്തെ വാറൻറ്റിയും, അതേപോലെ തന്നെ പുതിയ വീടാണെന്നുണ്ടെങ്കിൽ 10 കൊല്ലത്തെ വാറൻറ്റിയും കൊടുക്കുന്നുണ്ട് ഇവരിതിന്. അപ്പോൾ എന്തായാലും നല്ലൊരു അടിപൊളി സംഭവമാണ്. ചെയ്യുകയാണെങ്കിൽ നമ്മളെ വീടിന് വേണ്ടി കണ്ട് ഞങ്ങൾക്ക് എന്തായാലും ഞങ്ങൾ വീട് പൊളിയാൻ നേരത്താണ് ഈ ഒരു ബോധം വന്നത്. കാരണം നമുക്കിതിപ്പോൾ നമ്മൾ മലയാളികളുടെ ഒരു സ്ഥിരം പരിപാടിയാണല്ലോ, ലാസ്റ്റിക്ക് വെച്ച് എന്തും ചെയ്യുള്ളൂ.